ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വൈകിട്ടത്തെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കടലയാണ് വെക്കുന്നത്, കടലക്കറിയാണ്. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ളൊരു കടലക്കറിയാണ് കേട്ടോ. വളരെ കുറച്ച് നാളികേരം ചേർത്തിട്ട് എന്നാൽ നല്ല കട്ടിയിലുള്ള ഒരു കടലക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം കടല കുറച്ച് ഉപ്പും മാത്രം ഇട്ടിട്ടൊന്ന് വെള്ളം കൂടി ചേർത്തിട്ടൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കാം. അതിന് ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു 3 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു തക്കാളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മാത്രം നാളികേരം, ഒരു 3 ടേബിൾ സ്പൂൺ നാളികേരം ഉള്ളൂ കേട്ടോ. പിന്നെ അതിലേക്ക് വേറെ ഒന്നും ചേർക്കില്ല. പിന്നെ ഒരു ചെറിയൊരു സബോളയുടെ ചെറിയൊരു കഷ്ണം കേട്ടോ. അത് ചെറിയ കഷ്ണമാണ്, അതപ്പോൾ അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടിട്ടുണ്ട്. എന്നിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇവിടെ കുക്കറിൽ വിസിലടിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. കടലയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ടാണ് ഞാനിട്ടൊക്കെ കടല വേവിച്ചെടുക്കണത്. അപ്പോൾ ഒരു 6 വിസിൽ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ഓഫ് ചെയ്ത് ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ ഉണ്ണികൾക്കുള്ള ചായയും കൂടി ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ ഇപ്പോൾ സമയം ഒരു 4:30 ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ചായ കുടിക്കുന്ന സമയമായിട്ടുണ്ട്. അപ്പോൾ അവർക്കുള്ള ചായയും കൂടി ഞാനൊന്ന് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പാത്തോസും സുഡാപ്പിയും ഇതിൽ 3 പേരും അവിടെ ഉണ്ട് കേട്ടോ. നല്ല കളിയിലാണ് 3 ആളും കേട്ടോ. പിന്നെന്താണെന്നറിയില്ല, അതിൽ പുറത്തേക്ക് പോയി കളിക്കാറാണ്. ഇന്നിപ്പോൾ അവിടെ ഉണ്ട്. അപ്പോൾ പിന്നെ പണികൾ വേഗം തീർക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അവർക്ക് ചായയൊക്കെ കൊടുത്തു. അപ്പോൾ കടല ഞാനവിടെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സബോള ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2 പട്ടയും 2 കരയാമ്പും ഒരു ലീഫും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ചൂടാക്കിയെടുക്കുക. അതിൻ്റെ ശേഷം ഒരു സബോളയുടെ പകുതിയാണ് കേട്ടോ ഞാൻ, അതൊന്ന് കനം കുറച്ച് അരിഞ്ഞെടുത്തതാണ്, അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് വാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ കടലയിൽ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഉപ്പ് ഞാൻ ചേർക്കണില്ല, അത്യാവശ്യം ഞാൻ കടലയിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് തീ ഒന്ന് ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് മാത്രം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി അതിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്കതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ നമ്മുടെ ഗരം മസാലപ്പൊടി, മല്ലിപ്പൊടി, ഇതൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ വഴറ്റിയെടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലാക്കാൻ മറന്നു പോകരുത് കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. പിന്നെ ഇതിന് കളറും മാറിപ്പോകും കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഈ പച്ചമണക്കൊന്ന് മാറുന്ന പോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അതിൻ്റെ ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കടല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ കടലയിൽ നമ്മൾ അത്യാവശ്യം വെള്ളം വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിലേക്ക് വേറെ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ പച്ചവെള്ളം ചേർക്കുമ്പോൾ നമുക്ക് ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പോൾ ഈ കടലയിലുള്ള വെള്ളം തന്നെ ആകുമ്പോൾ ആ ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ അതിന് ശേഷം നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിട്ട് നമുക്കങ്ങോട്ട് ഇറക്കി വയ്ക്കാം കേട്ടോ. അപ്പോൾ അവിടെ ഇരുന്നിട്ട് തന്നെ ചാറ് നല്ലപോലെ തന്നെ കുറുകി ഒന്ന് വരും കേട്ടോ. അപ്പോൾ അതൊന്ന് ഇറക്കി വെച്ചതിന് ശേഷം ഞാനിവിടെ മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വരാനുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് റോഡാണ് കേട്ടോ. റോഡിൽ നല്ലപോലെ ഇലയുണ്ട്. ഇന്നലെ ഒന്നും അടിച്ച് വാരിയിട്ടില്ല കേട്ടോ. ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തീരെ വയ്യാന്ന്, ചുമയും ജലദോഷമൊക്കെ ആയിട്ട്. ഇന്നും വലിയ കുറവൊന്നുമില്ല, നല്ല കഫക്കെട്ടുണ്ട് കേട്ടോ. എന്നാലും ഞാൻ നോമ്പൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നോമ്പ് കഴിയാറായില്ലേ. അപ്പോൾ എന്തായാലും നോമ്പൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ വേഗം ഇവിടെ ഒന്ന് അടിച്ച് വാരി ഒന്ന് തീയൊന്ന് ഇടാനുണ്ട് കേട്ടോ. 2 ദിവസമായിട്ട് അടിക്കാത്ത കാരണം കൊണ്ട് നല്ല പോലെ തന്നെ ഇലകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് കൂട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കത്തിച്ച് കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ തീപ്പെട്ടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അടുക്കളയിൽ നിന്ന് തന്നെ ഗ്യാസും വന്ന് കടലാസ് കത്തിച്ച് വന്നു കേട്ടോ. ഒരു പ്രാവശ്യം ഇതേപോലെ കത്തിച്ച് വന്ന സമയത്ത് നല്ല കാറ്റ് വീശി എൻ്റെ കൈയൊക്കെ പൊള്ളിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കടലാസാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് കയ്യിലേക്ക് ആ കാറ്റ് വീശുമ്പോൾ നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ആവി ഇങ്ങനെ കയ്യിലേക്ക് വരുമല്ലോ. അപ്പം അങ്ങനെ കയ്യൊക്കെ ഒന്ന് പൊള്ളിയിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന്. അതിൻ്റെ ശേഷം ഭയങ്കര പേടി. അപ്പോൾ നല്ലപോലെ ഒന്ന് കടലാസ് ചുരുട്ടി എടുത്തിട്ടാണ് ഞാൻ വരിക കേട്ടോ. അപ്പോൾ പിന്നെ അധികം അങ്ങോട്ട് ആളില്ലല്ലോ വെച്ചിട്ട് കേട്ടോ. പിന്നെ എന്താ ഞാനിപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇപ്പോൾ അകത്തെ പണി ഞാൻ പത്തിരിക്ക് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗോതമ്പിൻ്റെ പത്തിരിയാണ് ഉണ്ടാക്കണേ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എല്ലാം ഒന്ന് ഉരുട്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ വേഗം ഇതൊന്ന് ചുട്ടും കൂടി എടുക്കാം. അപ്പോൾ ഇനി ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് പാത്തൂസിനൊന്ന് കുളിപ്പിക്കണം. ദിലു സുഡാപ്പി കുളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കളി ഏകദേശം ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എപ്പോഴാണ് അവൾ വന്ന് കരഞ്ഞ് കാലുമ പിടിക്കുകയെന്ന് അറിയില്ല കേട്ടോ. അപ്പോഴേക്കും വേഗം ഒന്ന് ചുട്ടെടുക്കാമല്ലോ വിചാരിച്ചു കേട്ടോ. പിന്നെ ഇപ്പോഴത്തെ പ്രത്യേകിച്ച് നമ്മുടെ ഈ ക്ലൈമറ്റ് മാറുന്നതിനനുസരിച്ച് അതൊന്നും കേട്ടോ എല്ലാവർക്കും അസുഖങ്ങളും കാര്യങ്ങളൊക്കെയാണ്.
തീരെ പറ്റാത്തൊരു അവസ്ഥയായി വന്നു തുടങ്ങിയിട്ടോ കഫക്കെട്ട് കാരണം കൊണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നോമ്പ് ഇത്ര ആയില്ല, ഇനിയിപ്പോൾ എടുക്കാണ്ടിരുന്നാലും ശരിയാവില്ല. 7 ദിവസത്തെ നോമ്പല്ലേ പോയിട്ടുള്ളൂ. പിന്നെ അപ്പോൾ ഇനി നോമ്പ് എടുക്കാതിരിക്കാനും വയ്യ. നമുക്ക് ആകെ കിട്ടണ നോമ്പ്, നമ്മൾ എടുക്കണ നോമ്പ് എന്ന് പറയുന്നത് ഈ 30 നോമ്പ് തന്നെയാണ്. പിന്നെ ഇടയിൽ വല്ലപ്പോഴും മറ്റേ ബറത്ത് അങ്ങനെയൊക്കെ ഓരോ നോമ്പുകൾ വരുന്നതല്ലേ. പക്ഷേ ഈ 30 നോമ്പ് ഞാൻ എങ്ങനെയായാലും മിസ് ചെയ്ത് കളയാറില്ല കേട്ടോ. അതുകൊണ്ട് എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ എടുക്കും. എന്താ പറയുക, മോളെ ഗർഭിണി ആയിരിക്കുമ്പോൾ വരെ ഞാൻ നോമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ കഫക്കെട്ട് ഇതായ കാരണം കൊണ്ട് കുറച്ച് തുളസി പനിക്കൂർക്കിട്ടൊക്കെ മോന് ചായയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതും കൂടി ഒന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും